പ്രൈസ് ദ ലോർഡ്. ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന കാര്യങ്ങളിലൊക്കെയും ചിലപ്പോൾ നമുക്ക് ചില ഗുണങ്ങളുള്ള കാര്യങ്ങളായിരിക്കാം, പക്ഷേ ചിലയിടത്തൊക്കെയും ചില കോംപ്രമൈസുകൾ നമ്മൾ ചെയ്യുവാൻ തയ്യാറാകണം. മറ്റുള്ളൊരു മനുഷ്യന് വേദനിപ്പിക്കുന്ന തരത്തിൽ, മറ്റുള്ളൊരു മനുഷ്യനെ നശിപ്പിക്കുന്ന തരത്തിൽ, അവന് ഗുണമില്ലാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാതെ നമ്മുടെ ഗുണം മാത്രമല്ല മറ്റൊരു വ്യക്തിയുടെ ഗുണം കൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അറിയുവാൻ തയ്യാറാകണം. അങ്ങനെയുള്ളൊരു മനുഷ്യന് മാത്രമേ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ആ വാക്യത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു: ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ഗുണം മാത്രമല്ല, നമ്മോടൊപ്പം വർക്ക് ചെയ്യുന്നവരുടെ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തികളുടെയും, ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നേട്ടം ലഭിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. എന്നാൽ അത് മറ്റൊരുവനെ ദോഷകരമായി ബാധിക്കുന്നുവെങ്കിൽ അത് നമ്മൾ പാടെ മറന്നു കളയുവാൻ നമ്മൾ തയ്യാറാകണം. ആ നേട്ടം നമുക്ക് വേണ്ടാന്ന് വയ്ക്കുക. കാര്യം, എൻ്റെ കൂട്ട് സഹോദരന്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിക്ക്, എൻ്റെ കൂടെ പഠിക്കുന്നൊരു വ്യക്തിക്ക്, എൻ്റെ കൂടെ സഭയിൽ ആയിരിക്കുന്ന എൻ്റെ കൂട്ട് സഹോദരന് അത് ദോഷമായി ഭവിക്കുന്നുവെങ്കിൽ എനിക്ക് ആ നേട്ടം വേണ്ട എന്ന് വയ്ക്കുവാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് കഴിയും? പ്രിയ ദൈവമക്കളെ, അതാണ് ഇവിടെ തിരുവചനം പറയുന്നത്: ഒരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം തിരുവചനം പറയുന്നു. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിക്കുവാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒരു ക്രൈസ്തവ വിശ്വാസി അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ, ക്രിസ്തുവിൻ്റെ ഭാവമുള്ള ഒരു വ്യക്തിക്ക് അത് തീർച്ചയായും ചെയ്യുവാൻ സാധിക്കും. ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ളൊരു മനോഭാവത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഇന്ന് കർത്താവെ തിരുവചനത്തിലൂടെ ചിന്തിച്ചതുപോലെ സ്വന്തം ഗുണമല്ല മറ്റൊരുവൻ്റെ ഗുണം കൂടെ കർത്താവെ ഞങ്ങൾ മനസ്സിലാക്കി അതിനൊത്തവണ്ണം കാര്യങ്ങൾ ചെയ്യുവാൻ നീ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഭാവം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങ് നൽകുന്ന നല്ല കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അന്യായമായി തൻ്റെ കൂട്ടുകാരനെതിരായി, തൻ്റെ സഹോദരങ്ങൾക്കെതിരായി ആരെങ്കിലും പ്രവർത്തിക്കുന്നവരാരെങ്കിലും ഈ കാണുന്നുവെങ്കിൽ, തൻ്റെ സ്വന്തം ലാഭത്തിനു വേണ്ടി മാത്രം എന്തെങ്കിലും ചെയ്യുന്ന ആരെങ്കിലും ഈ സന്ദേശം കാണുന്നുണ്ടെങ്കിൽ കർത്താവെ, അവരുടെ ഹൃദയത്തെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ജീവിതത്തിൽ ഒരു പാപബോധം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായ രൂപാന്തരം നൽകി കർത്താവെ അങ്ങ് നീതിയുടെ പാതയിലേക്ക്, സത്യത്തിൻ്റെ പാതയിലേക്ക് കർത്താവെ അവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വത നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടനായ സ്തോത്രം യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.